ലോക പ്രശസ്ത ചിത്രങ്ങളുടെ കാണാക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ദി വൾച്ചർ ആൻഡ് ദി ലിറ്റിൽ ഗേൾ എന്ന പേരിൽ അറിയപ്പെട്ട ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണിത്. 1993 മാർച്ച് മാസത്തിൽ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ വെച്ചാണ് ഈ ചിത്രം പകർത്തപ്പെട്ടിട്ടുള്ളത്. പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റായ സൗത്ത് ആഫ്രിക്കക്കാരനായ കെവിൻ കാർട്ടറാണ് ഈ ചിത്രം പകർത്തിയിട്ടുള്ളത്. ലോകത്തിന്റെ തന്നെ നൊമ്പരമായി മാറിയ ചിത്രമാണിത്. ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സുഡാനിൽ പട്ടിണി കൊണ്ട് സാധാരണക്കാരായ ആളുകൾ മരണപ്പെടുന്ന ഒരു കാലമായിരുന്നു അത്. ഒരൽപ്പം ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ ജനങ്ങൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും ആകാത്ത അവസ്ഥ. പട്ടിണി കിടന്ന് മരണത്തോടടുത്ത ഒരു കൊച്ചു പെൺകുട്ടിയും അവളുടെ മരണശേഷം അവളെ ഭക്ഷണമാക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കഴുകനും ചേർന്നതാണ് ഈ ചിത്രം. ഈ കാഴ്ച കണ്ട കെവിൻ കാർട്ടറുടെ ഹൃദയം നടുങ്ങി. എങ്കിലും അദ്ദേഹം ഈ ചിത്രം തന്റെ ക്യാമറയിൽ പകർത്തി. ന്യൂയോർക്ക് ടൈംസിലാണ് ഈ ചിത്രം അച്ചടിച്ചു വന്നത്. അതോടുകൂടി ഈ ചിത്രം ലോകം മുഴുവൻ ചർച്ചയായി. അതിനുശേഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ കുട്ടിക്ക് ഈ സംഭവത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി കെവിൻ കാർട്ടർക്കും അജ്ഞാതമായിരുന്നു. ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു കെവിൻ കാർട്ടറുടെ ജീവിതം. ഈ കുട്ടിയും ഈ സംഭവവും അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. 1994 തന്റെ 33-ാം വയസ്സിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം ഒരു ദുരന്ത നായകനായി മാറുകയായിരുന്നു. ദി സ്ട്രഗ്ലിംഗ് ഗേൾ എന്ന പേരിലും അറിയപ്പെട്ട ഈ ചിത്രം 1994 പുലിറ്റ്സർ സമ്മാനം നേടി. മറ്റു രാജ്യങ്ങളുടെയും സന്നദ്ധ സേവന സംഘടനകളുടെയും ശ്രദ്ധ സുഡാനിലേക്ക് തിരിയുന്നതിനും അവരുടെ നിന്നെല്ലാം സഹായം സുഡാനിലേക്ക് എത്തുന്നതിനും അതുവഴി സുഡാന്റെ ദാരിദ്ര്യം ഒരു പരിധിവരെ മാറുന്നതിനും ഈ ഒരൊറ്റ ചിത്രം കാരണമായി എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. എല്ലാ ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും എന്താണ് ബാക്കിയാക്കുന്നത് എന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ വെള്ളമോ ഒരു നേരത്തെ ഭക്ഷണമോ കിട്ടാതെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ചിത്രം. ലോകപ്രശസ്തനായി എങ്കിലും ആ ചിത്രം നൽകിയ വേദന താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത് ദുരന്ത നായകനായ കെവിൻ കാർട്ടറുടെ ജീവിതത്തെ ആസ്പദമാക്കി 2010 ദി ബാങ് ബാങ് ക്ലബ് എന്ന പേരിൽ സിനിമയും പുറത്തിറങ്ങി. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ അമേരിക്കൻ ഗായകനും ഗാനരചയിതാവും അഭിനേതാവും സംഗീത സംവിധായകനും നർത്തകനും അതിനേക്കാളെല്ലാം ഉപരി ജീവകാരുണ്യ പ്രവർത്തകനുമായ പോപ്പ് രാജാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ജാക്സന്റെ എർത്ത് സോങ് എന്ന ഗാനത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജാക്സന്റെ 9th സ്റ്റുഡിയോ ആൽബമായ ഹിസ്റ്ററിയിലെ 3ാമത്തെ ഗാനമായാണ് എർത്ത് സോങ് അവതരിക്കപ്പെട്ടത്. നവംബർ 27, 1995 ഈ ഗാനം പുറത്തിറങ്ങിയത്. മുൻപും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരുപാട് ഗാനങ്ങൾ മൈക്കൽ ജാക്സൺ ഇറക്കിയിട്ടുണ്ട്. ഈ ഗാനത്തിൽ മൃഗസംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, യുദ്ധവിരുദ്ധ ആശയങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ജാക്സൺ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ഡേഞ്ചറസ് എന്ന ആൽബത്തിന് വേണ്ടിയാണ് ഈ ഗാനം തയ്യാറാക്കിയിരുന്നത്. എങ്കിലും ആ ആൽബത്തിൽ ഈ ഗാനം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഹിസ്റ്ററിയിലാണ് ഈ ഗാനം ഉൾപ്പെടുത്തിയത്. ഈ ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചുള്ളത് ജാക്സൺ തന്നെയാണ്. ഭൂമിയുടെ 4 വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ വെച്ചാണ് ഈ ഗാനം ചിത്രീകരിച്ചിട്ടുള്ളത്. മൃഗസംരക്ഷണം, പ്രകൃതി സ്നേഹം എന്നിവയെ ഊന്നി ഭൂമിയുടെ നാശവും
പുനർജന്മവുമാണ് ഈ ഗാനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. മനുഷ്യൻ അത്യാർത്തി മൂലം മൃഗങ്ങളെ കൊന്നൊടുക്കുന്നതും വനനശീകരണം നടത്തുന്നതും അന്തരീക്ഷ മലിനീകരണം നടത്തുന്നതും ഇതിൽ വളരെ ഭംഗിയായി കാണിച്ചിരിക്കുന്നു. 1997 ഈ ഗാനം ഗ്രാമി പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികളുടെയും മൃഗസ്നേഹികളുടെയും മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായ ഗാനമാണിത്. ഇത്തരം സംഘടനകളുടെ അംഗീകാരങ്ങൾ ഒരുപാട് മൈക്കിൾ ജാക്സനെ തേടിയെത്തി. പിന്നീട് ഇംഗ്ലണ്ടിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട മൈക്കിൾ ജാക്സൺ ഗാനമായി എർത്ത് സോങ് മാറുകയായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഗാനമായിട്ടാണ് ഇതിനെ ഒരേപോലെ ആരാധകരും നിരൂപകരും വാഴ്ത്തുന്നത്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും അതുപോലെ പ്രകൃതിയില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്നുള്ള വസ്തുതയുമാണ് മൈക്കിൾ ജാക്സൺ ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഈ ഒരു ഗാനത്തെ നമ്മളിൽ പലരും വേണ്ടത്ര നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഗാനം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. വിദ്യാർത്ഥികൾ, പ്രകൃതി സ്നേഹികൾ, മൃഗസ്നേഹികൾ എന്നിവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഗാനമാണ് മൈക്കിൾ ജാക്സന്റെ എർത്ത് സോങ്.